അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ ഇവിടെയാണ് അധികം ആരും എത്തിപ്പെടാത്ത മറക്കല്ലേ. എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. വിട്ടാലേ വൃത്തിക്കൊക്കെ ഇരുന്നോ? വൃത്തിക്കുന്നു അല്ലെ? പോയി വിളിക്കാൻ തോന്നുന്നു. ഞാൻ എടുക്കാൻ പറഞ്ഞു. ശരി, ഞാൻ എടുക്കാൻ പറഞ്ഞു. തുടങ്ങണ്ടേ? വലിയ സ്ഥലം ഇതിന്റെ ക്യാമറ കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് ജിസ്റ്റേട്ടയുണ്ട്, ഈസി ഉണ്ട്, റോസ്റ്റേട്ടയുണ്ട്. അപ്പൊ നമ്മൾ കിട്ടിയത് 18 കിലോമീറ്റർ ഹിഡൻ സ്പോട്ട്. ഹിഡൻ അല്ല, ചെറിയൊരു സ്പോട്ടാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് പോകാൻ അത്യാവശ്യം നല്ല വളമൊക്കെ തിരിക്കുന്ന ചെറിയ റോഡാണ്. വേറൊരു വണ്ടി ഒന്ന് സൈഡ് എടുക്കൽ. ആ കാണുന്നതാണ് കൂമ്പമല. ഓക്കെ, അവിടെ നേരത്തെ തിരുത്തുണ്ട്. അത് കൂമ്പമലയല്ല, ആ നേരെ അതിവിടെ കൂമ്പമല എന്ന് പറഞ്ഞ മലയുണ്ട്. അപ്പൊ ജിസ്റ്റേട്ടൻ്റെ തറവാട്ടിലോട്ടാണ്. ജിസ്റ്റേട്ട ജനിച്ച് വളർന്ന് ഇതൊക്കെ നടന്നു കയറിയതാണ് ജിസ്റ്റേട്ട. ഈ കയറ്റൊക്കെ ജിസ്റ്റേട്ട അങ്ങാടി കടവിൽ നടന്നു കയറി കയറ്റമാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് വീട്ടിലേക്ക് വാസായി അടുത്താഴ്ച ജർമ്മനിക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വലിയൊരു സപ്പോർട്ട് ഓക്കെ. അപ്പൊ എന്തായാലും ആട്ടെ, ജിസ്റ്റേട്ടെ പോവോ വരുമോ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതൊക്കെയാണ് പ്രകൃതി, ഇതാണ് പ്രകൃതി ഭവൻ. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ TC ചേട്ടയുണ്ട്, റോഷ് ചേട്ടയുണ്ട്, ജിസ് ചേട്ടയുണ്ട്. ഓക്കെ, ഫുൾ ചേട്ടന്മാരാണ്. ഇനി ഞാൻ മാത്രം ഓക്കെ. അപ്പൊ നമുക്കിനി സ്ഥലത്ത് പോയിട്ട് കാണാം. വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്, വന്ന വഴി മറന്നില്ല. പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ മഴ പെയ്താൽ നല്ല തെന്നലാണ്. സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പണിയാണ്. ഓക്കെ, നമ്മളിത് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതൊക്കെ ഓരോ സ്ഥലങ്ങളാണ്. വളരെ
റോസ്റ്റ് ചേട്ടൻ അവിടെ എത്തിയിരിക്കുകയാണ്. അടുത്ത ടീ ചേട്ടൻ ഇറങ്ങണം, സൂക്ഷിച്ചിറങ്ങണേ. എടാ ടെൻറ്റ് കൊടുക്കും. ആ ടെൻറ്റ് എൻ്റെ കൂടെ നോക്കൂ. നമ്മുടെ അടുത്തുള്ളത് ടെൻറ്റാണ് ഗൈസ്. ടെൻറ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എടുത്താണ്. നമ്മൾ മറ്റേ ഇവിടെ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പുറത്തോട്ടൊക്കെ രാജസ്ഥാനിലോട്ട് പോയിട്ട് ഒരു 5 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തേക്ക് മേടിച്ചാണ്. നോക്കാം നമുക്ക്. അപ്പോൾ ടീ സ്റ്റേഡിയം ഇറങ്ങാണ്. ടീ സൂക്ഷിച്ചിറങ്ങണേ. തെന്നലുണ്ടോടാ? തെന്നലില്ലെന്നാണോ പറഞ്ഞത്? പക്ഷേ തെന്നലുണ്ട് ഗൈസ്. ടീ സ്റ്റേഡിയം ആകുമ്പോൾ ഭയങ്കര റോസ്റ്റായിട്ട് നോക്കിയാൽ വീഡിയോഗ്രാഫറിൻ്റെ ഏറ്റവും വെച്ചിട്ട് അറിയാവുന്നതാണ്. നമ്മളൊക്കെ നൂബ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ടീ സ്റ്റേഡിയം വരുന്നുണ്ട്. ജ്യൂസും ടീ സ്റ്റേഡിയം റോസ്റ്റായിട്ടും ഉണ്ട്. നമുക്ക് ടെൻറ്റ് കൊടുക്കാം. ടെൻറ്റ് നമുക്ക് കൊടുത്തേക്കാം. സെറ്റ്. ഓക്കെ, மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி നമ്മൾ സ്ഥലത്തെത്തിയ സ്ഥലമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം. മാറിക്കട ഇറക്കാം. കണ്ടോ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക വനത്തിൽ നിന്ന് വരുന്ന വെള്ളമാണിത്. ഇതിന് 2 ആഴ്ച ഉണ്ടോടാ? 2 ആഴ്ച ഉണ്ടോടാ? 2.5 ആളി താഴ്ച ഉണ്ടെന്ന് കേട്ടെ. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒരു ടെൻ്റ് അടിക്കുക. ടെൻ്റ് അടിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, നോക്കാം. നമുക്ക് ടെൻ്റ് അടിച്ച് നമ്മളെന്തായാലും ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാണ്. ഇങ്ങനെ ഉണ്ടാവും നോക്കാം. ടെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലേ ഇത് മോഡറേറ്റ് കിട്ടും.
ചാടറാ, എടാ ചാടറാ. നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം. കാണിക്കുന്നത് ടയറിനെ പീഡിപ്പിക്കുന്നു. ആ പോട്ടെ. ആ ഉണ്ടെങ്കിൽ ചാടുവോ? തൊടുമല ടൗൺ എത്തുന്ന മുന്നെയാണ് ഈ തോട് നമുക്ക് കാണാൻ പറ്റുക. കിടിലം സ്പോട്ടാണ്. ഒരു ദിവസം നമുക്ക് ഫ്രണ്ട്സുമായിട്ട് കുളിക്കാൻ പറ്റിയ കിടിലം സ്ഥലമാണ്. പക്ഷെ മഴക്കാലത്ത് നല്ല റിസ്ക്കാണ് ഇവിടെ. കാരണം ഏത് സമയവും നല്ല വെള്ളം വരാനും മലയിൽ നിന്ന് ഉരുൾപൊട്ടാനും ചാൻസ് ഉണ്ട്. കാരണം മേലെ കർണാടക ഫോറസ്റ്റിൽ നിന്നാണ് ഈ തോട് വരുന്നത്. അതുകൊണ്ട് നല്ല മഴയുള്ളപ്പോൾ കുളിക്കുന്ന നല്ല റിസ്ക്കാണ്. ഏത് സമയം ഇവിടെ വെള്ളം പൊന്തുന്നതാണ്. മഴയില്ലാത്തപ്പോഴാണ് ഇവിടെ കുളിക്കാൻ നല്ല സേഫ്. ഏകദേശം നല്ല മഴക്കാലത്ത് പരമാവധി ഇവിടെ കുളിക്കാണ്ടിരിക്കുന്നതാണ് സേഫ്. അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.